ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ ഒന്നാം ഘട്ട 10th പ്രിലിംസിന്റെ ഒരു പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഒന്നാം ഘട്ട പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം വ്യത്യസ്തമായ നല്ല രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഒന്നാം ഘട്ട പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നത്. 20ഓളം ചോദ്യങ്ങൾ എന്താണ് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ് കടന്നു വന്നിട്ടുള്ളത്. സമയം ഒരുപാട് നമുക്ക് വേണ്ടി വരുന്ന ഒന്നാണ് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 20ഓളം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ നമുക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും നമുക്ക് 3ഓളം ഘട്ടങ്ങൾ ഇനി അങ്ങോട്ട് നിൽക്കുകയാണ്. ആ മറ്റ് ഘട്ടങ്ങൾ എഴുതുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മറ്റ് സീരീസുകളൊക്കെ നമ്മൾ ഇനി 10th പ്രിലിംസ് കഴിയുന്നത് വരെ ഒഴിവാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 10th പ്രിലിംസ് ഒക്കെ കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും നമ്മൾ മറ്റ് ഇത്തരം നമ്മളെ ഹാപ്പനിങ് അവേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കറണ്ട് അഫയേഴ്സും അതുപോലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒക്കെ നമ്മൾ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഇപ്പം നമ്മൾ 10th പ്രിലിംസിൻ്റെ ഒന്നാം ഘട്ട പരീക്ഷാ ചോദ്യപേപ്പർ, ആ ചോദ്യപേപ്പർ വെച്ചുകൊണ്ട് നമ്മൾ വിശകലനം ചെയ്യുകയാണ്. അത് വെച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സുകളിലൂടെ മാത്രമല്ല, നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെയും നമ്മൾ സമഗ്രമായിട്ട് തന്നെ ഈ ചോദ്യപേപ്പർ മുഴുവൻ വിശദമായി പഠിക്കും. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പഠിക്കും, എല്ലാം നമ്മൾ പഠിക്കും. നമ്മൾ ഈ ഒരു കുറച്ച് ദിവസം കൊണ്ട് ഇന്നൊരു 10 ചോദ്യമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ 10 ചോദ്യങ്ങൾ ഇന്ന് വിശകലനാത്മകമായ രീതിയിൽ നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ കുറച്ച് ഡിസ്കസ് ചെയ്യും. ബാക്കി മുഴുവൻ വസ്തുതകളും നമ്മൾ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ദിവസം അടുത്ത 10ഓ 15ഓ ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തും. പിന്നീട് ആ ചോദ്യങ്ങൾ ഇങ്ങനെ, അതായത് 100 ചോദ്യങ്ങളും സമഗ്രമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ഇതിലൂടെ തന്നെ അവതരിപ്പിച്ചു പോകും. അതായത് അടുത്ത ഘട്ട പരീക്ഷയ്ക്ക് മുമ്പ് 100 ചോദ്യങ്ങളും നമ്മൾ പഠിക്കും. അതിൻ്റെ വിശകലനങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ടെലഗ്രാം ചാനലിലൂടെ നോക്കും. അടുത്ത പരീക്ഷയിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഭാഗത്തു നിന്നൊന്നും ഒറ്റ മാർക്ക് പോലും നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത ഘട്ടം എഴുതുന്നവർ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ടെലഗ്രാം ചാനലിൽ ഇനിയും അംഗമായിട്ടില്ലെങ്കിൽ അംഗമാവുക. ഏറ്റവും മികച്ച ക്ലാസ്സുകളും മറ്റും ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോവുകയാണ്. പഠനത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. വളരെ ചെറിയ രീതിയിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിച്ചു തരും. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഇങ്ങനെയാണ്, അതായത് ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഇതാണ് നമ്മൾ എപ്പോഴും ചോദ്യപേപ്പർ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ വരുമ്പോൾ വായിച്ചു നോക്കുമ്പോൾ പ്രത്യേകം ശരിയല്ലാത്തതാണോ തെറ്റായതാണോ ശരിയായവയാണോ എന്ന് നമ്മൾ നോക്കണം. അപ്പൊ ഇവിടെ വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്, അതാണ് കണ്ടെത്തേണ്ടത്. ശരിയായ വസ്തുതകൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്, അത് കണ്ടെത്തണം. ഒന്നാമത്തെ പ്രസ്താവന: 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. രണ്ടാമത്തെ പ്രസ്താവന: അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അയ്യാവഴി എന്നറിയപ്പെടുന്നു. 3. അരുൾനൂൽ അദ്ദേഹത്തിന്റെ രചനയാണ്. അരുൾനൂൽ അദ്ദേഹത്തിന്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അപ്പൊ നമുക്കറിയാം, നമുക്ക് അയ്യാവഴി നമ്മൾ കേട്ടിട്ടുണ്ട് വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട്. അഖിലത്തിരുട്ടും അരുൾനൂളും നമ്മൾ കേട്ടിട്ടുണ്ട്. കണ്ണാടി പ്രതിഷ്ഠ നമുക്ക് ഒന്നാമത്തെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ മാത്രമാണ് കൺഫ്യൂഷൻ കിടക്കുന്നത്. അപ്പൊ നോക്കാം, 2, 3, 4 ശരിയായിട്ടുള്ളത് ഏതാണ്? 2, 3, 4 ശരിയായിട്ടുള്ളത് ഈ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ആ ഒരൊറ്റ ഓപ്ഷൻ തന്നെ ബി എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അല്ലെങ്കിൽ അടുത്തുള്ളത് എല്ലാം ശരിയാണ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. എല്ലാം ശരിയാണ്. അപ്പോൾ ഈ ഒരു കാരണം കൊല്ലൂരല്ല ജനിച്ചതെന്ന് അറിയാമെങ്കിൽ തന്നെ ആ ഉത്തരം നമുക്ക് ശരിയായിട്ട് എടുക്കാം. കാരണം കൊല്ലൂരല്ല എവിടെയാണ്? സ്വാമിത്തോപ്പിലാണ് വൈകുണ്ഠ സ്വാമികൾ ജനിക്കുന്നത്. എവിടെയാണ്? സ്വാമിത്തോപ്പിലാണ്. അത് 1908 അല്ല, 1809. 1809 മാർച്ച് മാസം 12-ാം തീയതി നമ്മുടെ നാഗർകോവിലുള്ള സ്വാമിത്തോപ്പിലാണ് ആര്? വൈകുണ്ഠ സ്വാമികൾ ജനിക്കുന്നത്. അതുപോലെ മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ ഒരു വ്യക്തി കൂടിയാണ് ആര്? വൈകുണ്ഠ സ്വാമികൾ. അതുപോലെ അദ്ദേഹം നിഴൽത്താങ്കൾ എന്ന് പറയുന്ന ക്ഷേത്രം സ്ഥാപിച്ചിട്ടുണ്ട്. നിഴൽത്താങ്കൾ എന്ന് പറയുന്ന ക്ഷേത്രം. അതുപോലെ മുടിച്ചൂടും പെരുമാൾ എന്നാണ് അറിയപ്പെടുന്നത്. മുടിച്ചൂടും പെരുമാൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, അതുപോലെ അദ്ദേഹത്തിന്റെ വേല ചെയ്താൽ കൂലി കിട്ടണം, വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അയ്യാവഴി, അയ്യാവഴിയുടെ ചിഹ്നം എന്താണ്? തീജ്വാല വഹിക്കുന്ന താമരയാണ്. തീജ്വാല വഹിക്കുന്ന താമരയാണ്. ഓക്കെ, അതുപോലെ അഖിലത്തിരുട്ട് അരുൾനൂൽ എന്നിവ അദ്ദേഹത്തിന്റെ രചനയാണ്. അഖിലത്തിരുട്ട് അരുൾനൂൽ എന്നിവ അദ്ദേഹത്തിന്റെ രചനയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇങ്ങനെ അതുപോലെ കിണറുണ്ട്, നമ്മുടെ മുന്തിരി കിണറൊക്കെ ആരുടെയാണ്? വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ,
അപ്പൊ ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക, വ്യക്തമായി പഠിച്ചു വെക്കുക. വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള വ്യക്തമായ നോട്ട് നമ്മൾ ടെലഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യും. ആ വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ച് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാൻ പാടില്ല. ആ മുഴുവൻ വസ്തുതകളും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ടെലഗ്രാം ചാനൽ. വൈകുണ്ഠസ്വാമികൾ മാത്രമല്ല, മറ്റ് നവോത്ഥാന നായകരെയും നമ്മൾ പതുക്കെ പതുക്കെ പഠിച്ചു തീർക്കും. അടുത്ത ഘട്ടമാകുമ്പോഴത്തേക്കും നമ്മൾ മുഴുവൻ വസ്തുതകളും ആ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന നവോത്ഥാന നായകരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 2, 3, 4 ശരിയാണ്. ഒന്നല്ല, 1809 മാർച്ച് 12 നമ്മുടെ നാഗർകോവിലുള്ള സ്വാമിത്തോപ്പിലാണ് ആര്, നമ്മുടെ വൈകുണ്ഠസ്വാമികൾ ജനിക്കുന്നത്. 1851 ജൂൺ 3 അദ്ദേഹം അന്തരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇദ്ദേഹത്തിന്റെ മറ്റു ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ട്. അത് നമ്മളിതാ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് സമഗ്രമായിട്ട് നൽകുന്നുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കത് കണ്ടിട്ട് ആ കാര്യങ്ങൾ PDF ആയാലും അല്ലാതെയും നമ്മൾ എന്ത് ചെയ്യും, അത് അവതരിപ്പിച്ചിട്ട് പോകും. ഓക്കെ, അടുത്തത് വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെ പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഇവിടെ എന്താണ് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് വേണ്ടത്. അതായത് ശരിയായ പ്രസ്താവനയല്ല, തെറ്റായ പ്രസ്താവന ഏത്, അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതായത് വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കലാപമാണ് എന്ത്, കുറിച്യ കലാപം. അതുമായി ബന്ധപ്പെട്ട് താഴെ പറയും തെറ്റായ പ്രസ്താവന ഏത് എന്ന് നമ്മൾ കണ്ടെത്തണം. അതായത് കലാപം നടന്നത് 1812 കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. ഇതിൽ ഏതാണ് തെറ്റായ പ്രസ്താവന എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിൽ തെറ്റായ പ്രസ്താവന എന്താണ്? അതായത് കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയാണ് നിയോഗിച്ചത്. ബ്രിട്ടീഷുകാരാണോ രാമനമ്പിയെ നിയോഗിച്ചത്? അതോ ഈ കലാപത്തിന്റെ നേതാവ് ആരാണ്, പാലിയത്തച്ഛനാണോ? ഈ കലാപത്തിന്റെ നേതാവ് പാലിയത്തച്ഛനാണോ? അല്ല. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ രാമനമ്പിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു കലാപം നടന്നത്, അല്ലാതെ ബ്രിട്ടീഷുകാർ നിയമിച്ച ആളല്ല. തെറ്റാണ്. 1812 ശരിയാണ്. 1 ശരിയാണ് എന്ന് നമുക്ക് കിട്ടി. 1 ശരിയാണെങ്കിൽ 1 ഓപ്ഷൻ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തിയാൽ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. നോക്ക്, ഇവിടെ ബിയിൽ 1 ഇല്ല, ഡിയിൽ 1 ഇല്ല, സിയില് സോറി 1 ശരിയാണ്. അപ്പൊ 1 തെറ്റല്ല. അപ്പൊ തെറ്റായ കാര്യങ്ങളാണ് കണ്ടെത്തേണ്ടത്. അത് ചെറിയ ഇതാണ്. അപ്പൊ 812 തെറ്റാണ്. അപ്പൊ 2 തെറ്റാണെന്ന് കണ്ട്, അപ്പൊ 2 തെറ്റാണെങ്കിൽ 2 വരുന്നത് നമുക്ക് നോക്കാം. 2 തെറ്റാണെങ്കിൽ ഇതും ഒഴിവാക്കാം, ഇതും ഒഴിവാക്കാം. പിന്നെ ബിയും സിയുമാണുള്ളത്, ബിയും സിയും. അടുത്തത് നോക്കാം, 3ഉം 4ഉം ആണ്. കലാപത്തിന്റെ പ്രധാന നേതാവ് പാലിയത്തച്ഛനാണോ? അല്ല, അതും തെറ്റാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റി. അത് തെറ്റാകുമ്പോൾ 3 തെറ്റാണ്. നമുക്ക് ഈ ഓപ്ഷൻ കൂടി അങ്ങ് കട്ട് ചെയ്യാം, ഈ ഓപ്ഷൻ കൂടി കട്ട് ചെയ്യാം. പിന്നെ സി എന്ന് പറയുന്ന 2ഉം 3ഉമാണ് തെറ്റെന്ന് പറയുന്നത്. കാരണം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നതാണ് കുറിച്യ കലാപത്തിന്റെ പിന്നെ ഒരു മുദ്രാവാക്യം. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്യ കലാപം. അതായത് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക കുറിച്യ കലാപമാണ് എന്ന് പറയുന്നത് നമ്മുടെ ഏക ഗിരിവർഗ കലാപമാണ് നമ്മുടെ കുറിച്യ കലാപം എന്ന് പറയുന്നത്. 1812 നടന്നത്. ആരാണ് നേതാവ്? രാമനമ്പി അല്ലെങ്കിൽ രാമൻ നമ്പി. രാമനമ്പി അല്ലെങ്കിൽ രാമൻ നമ്പി എന്നതാണ് ഈ കലാപം നയിച്ച നേതാവ് എന്ന് പറയുന്നത്. രാമൻ നമ്പി അല്ലെങ്കിൽ രാമനമ്പി, രണ്ടും പറയും. പക്ഷെ ബ്രിട്ടീഷുകാരല്ല നിയോഗിച്ചത്, രാമനമ്പിയാണ് കുറിച്യ കലാപത്തിന്റെ നേതാവ് എന്ന് പറയുന്നത്. കുറിച്യ കലാപത്തിന്റെ നേതാവ്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു പിന്നെ ഇതിന്റെ മുദ്രാവാക്യം. 1812 വിശദമായി നമ്മൾ എന്ത് ചെയ്യും, ടെലഗ്രാമിൽ പഠിക്കും. ഓക്കെ, ഇനി നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അവിടെ എങ്ങനെയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഹാൻ കാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? നിങ്ങൾ കൃത്യമായി ഒന്ന് നോക്കുക. 2024 എത്തിയിരിക്കുന്നു PSC. 2024 നൊബേലിലേക്ക്, അതായത് കഴിഞ്ഞ പരീക്ഷ വരെ നമ്മുടെ LGSന്റെ പരീക്ഷയിൽ എന്താണ്, LGS കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. ആ LGSന്റെ പരീക്ഷയിൽ 2023 നൊബേലായിരുന്നുവെങ്കിൽ നമ്മുടെ 10th പ്രിലിംസ് മുതൽ അതെന്താണ് 2024 നൊബേൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പരീക്ഷയുണ്ട്, സ്പെഷ്യൽ ടോപ്പ് എന്താണ് NCA എക്സാമോ മറ്റോ ആണ്. അതിൽ 2024 വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇനി അങ്ങോട്ട് 2024 ആയിരിക്കും നൊബേൽ സമ്മാനവുമായി ബന്ധപ്പെട്ട് വരിക എന്ന്. അപ്പൊ അതുപോലെ തന്നെ 2024 നൊബേൽ സമ്മാനത്തിലേക്ക് എന്താണ് നമ്മുടെ PSC കടന്നിരിക്കുന്നു. അപ്പൊ കൃത്യമായി നൊബേൽ സമ്മാനം പഠിക്കുക. ഇവിടെ എന്താണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം 2024 ലഭിച്ച ഹാൻ കാങ്ങിനെ കുറിച്ചുള്ള പ്രസ്താവനയാണ് ചോദിക്കുന്നത്. 1
സാഹിത്യ നൊബേൽ ലഭിക്കുന്ന ആദ്യ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. 2 സാഹിത്യ നൊബേൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ്. 3 ദ വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടിയിട്ടുണ്ട്. 4 ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. ഇതാണ് ഓപ്ഷൻ. ഇതിൽ ശരി ഏത് എന്നാണ്, ശരിയാണ് കണ്ടെത്തേണ്ടത്. കാരണം നിങ്ങൾ ഈ ഹാൻഡ് ഗാങ്ങിനെ കുറിച്ച് വന്നിട്ടുള്ള ആ ഒരു പത്രവാർത്ത വായിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഉത്തരങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എത്താൻ വേണ്ടി സാധിക്കും. അന്നത്തെ പത്ര കട്ടിങ്ങുകളിൽ കൃത്യമായി പറയുന്നുണ്ട് ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്, നൊബേൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ്, ദ വെജിറ്റേറിയൻ എന്ന ബുക്കലിന് 2023 ആ സമയത്ത് മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്, വൈറ്റ് ബുക്ക് ആത്മകഥാപരമായ രചനയാണ്. ഇതെല്ലാം ശരിയാണ്, ഇതെല്ലാം ശരിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതെല്ലാം ശരിയാണ്. ഇനി അപ്പോൾ ഈ സാഹിത്യ നൊബേലുമായി ഹാൻഗാങ്ങുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം ശരിയാണ്. ഇനി വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ച ആൾ ആരൊക്കെയാണ്? വിക്ടർ ആംബ്രോസും ഗാരി റോഫ്കിനുമാണ്. വിക്ടർ ആംബ്രോസും ഗാരി റോഫ്കിനും. വിക്ടർ ആംബ്രോസ്, ഗാരി റോഫ്കിൻ, ഈ രണ്ടുപേരും എന്താണ്? USA-കാരാണ്. രണ്ടുപേരും USA-കാരാണ്. മൈക്രോ RNA കണ്ടുപിടുത്തമാണ്. മൈക്രോ RNA കണ്ടെത്തലാണ് ഇവരെ വൈദ്യശാസ്ത്ര നൊബേലിന് പരിഗണി. വിക്ടർ ആംബ്രോസും ഗാരി റോഫ്കിനുമാണ് മൈക്രോ RNA കണ്ടുപിടുത്തമാണ് ഇവരെ വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനത്തിന് അർഹമാക്കിയത്. വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനമാണ്. ആരാണ്? വിക്ടർ ആംബ്രോസും ഗാരി റോഫ്കിനും അമേരിക്കക്കാരാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഭൗതിക ശാസ്ത്രത്തിലേക്ക് വന്നാൽ അത് ജോൺ ജെ ഹോപ്ഫീൽഡ് നോക്കുക. അതായത് ഹോപ്ഫീൽഡും അതുപോലെ ഹിൻഡണും, ജെഫ്രി ഇ ഹിൻഡൺ ആണ്. അതായത് ഇതിൽ പിന്നെ ഹോപ്ഫീൽഡ് എന്ന് പറയുന്നത് അമേരിക്കക്കാരനും മറ്റേത് ബ്രിട്ടീഷ് കനേഡിയൻ പൗരനുമാണ് ഇവർ രണ്ടും. ഇതിന്റെ എന്ന് പറയുന്നത് കൃത്രിമ നാഡീവ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ മെഷീൻ ലേണിംഗിന്റെ അടിത്തറ കണ്ടെത്തിയാണ്. കൃത്രിമ നാഡീവ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗിന്റെ അടിത്തറ കണ്ടെത്തിയതിനാണ് ഇവർക്ക് ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ഹോപ്ഫീൽഡ് അമേരിക്കക്കാരനാണ്, ജെഫ്രി ഇ ഹിൻഡൺ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കനേഡിയൻ പൗരനാണ്. നമ്മൾ ഇതിന്റെ നോട്ട് എന്ത് ചെയ്യും? നമ്മളെ ഇതിൽ തരും. ഏതില്? നമ്മുടെ ടെലഗ്രാമിൽ തരും. അടുത്തത് രസതന്ത്രത്തിലേക്ക് വന്നാൽ രസതന്ത്രത്തിന്റെ ആരാണ്? ഡേവിഡ് ബേക്കർ ആണ്. USA-കാരനായ ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്. ഡേവിഡ് ബേക്കർ ആദ്യം തന്നെ ഡേവിഡ് ബേക്കർ അത് USA ആണ്. ഡേവിഡ് ബേക്കർ USA ആണ്. അതുപോലെ ഹസാബിസ് എഴുതിയാൽ മതി. ഹസാബിസ്, ഡെമിസ്, അതുപോലെ ജംബർ. ബേക്കറിയും ഹസാബിസും ജംബറും ഇവർ രണ്ടും, ഇത് ബ്രിട്ടീഷ്, ബാക്കി ജംബർ USA ആണ്. അതായത് രസതന്ത്രത്തില് നല്ല രസമുള്ള ബേക്കറി ഐറ്റംസ് എന്നുള്ള അർത്ഥത്തിൽ അങ്ങ് കൊടുത്തേക്കുക. ഹസാബിസ് അതുപോലെ ജംബർ, ഇവര് 3 പേരുമാണ് രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം കിട്ടിയിരിക്കുന്നത്. എന്തിനാണ്? അതിൽ ഈ ബേക്കർ എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീന്റെ ലൈൻ, പിന്നെ നമ്മുടെ ഡിസൈൻ, അതായത് ആ ഒരു ഡിസൈൻ ഇല്ലേ നമ്മുടെ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനുമായി ബന്ധപ്പെട്ടാണ് ആർക്ക്? ഡേവിഡ് ബേക്കറിന് എന്താണ് രസതന്ത്രത്തിന്റെ ഇത് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഹസാബീസിനും ജംബറിനും പ്രോട്ടീൻ ഘടനാ പ്രവചനത്തിന് കൂടിയാണ്. അതായത് എല്ലാം ഒന്ന് തന്നെയാണ്. ഒന്ന് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീന്റെ ഡിസൈനിങ്ങിന്, അതുപോലെ മറ്റേത് പ്രോട്ടീൻ ഘടന പ്രവചനത്തിന്. അതാണ് രസതന്ത്രത്തിലേക്ക്. സാഹിത്യം നമ്മൾ പറഞ്ഞു ഹാൻഗാങ് ആണ്. അതുപോലെ അത് അവരുടെ മറ്റു ബുക്കാണ് ദ വെജിറ്റേറിയൻ പറഞ്ഞു, ദ വൈറ്റ് ബുക്ക് പറഞ്ഞു, അതുപോലെ ബേബി ബുദ്ധയുണ്ട്. ബേബി ബുദ്ധ, മംഗോളിയൻ മാർക്ക് എന്നിവയാണ് ഇദ്ദേഹത്തിന് മറ്റു കൃതികൾ. ഇനി നമുക്ക് സമാധാനം നോക്കാം. സമാധാനത്തിന് ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? സമാധാനത്തിന് കിട്ടിയിരിക്കുന്നത് ജപ്പാനീസ് സംഘടനയായ നിഹോൺ ഹിഡാൻക്യോ. ജപ്പാനീസ് സംഘടനയായ നിഹോൺ ഹിഡാൻക്യോയ്ക്കാണ് സമാധാന നൊബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് 2024. ഇത് 1956 നിലവിൽ വന്ന ഒരു സംഘടനയാണ്. ജപ്പാനിലെ മിനാട്ടോയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. എന്താണ് ആണവായുധങ്ങളില്ലാത്ത ലോകം നേടാനുള്ള ശ്രമങ്ങൾക്കാണ് ഇവർക്ക് ആ ഒരു സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇനി സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് വന്നാൽ, സാമ്പത്തികം നമുക്കിവിടെ എഴുതാം. സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർക്കാണ്? ഡാരൻ എയ്സ് മൊഗുലു, സൈമൺ ജോൺസൺ,
സൈമൺ ജോൺസൺ, അതുപോലെ റോബിൻസൺ. ജോൺസണും റോബിൻസണും റോബിൻസൺ, എയ്സ് മൊഗുലു, ജോൺസൺ, റോബിൻസൺ. ഡാരൻ എയ്സ് മൊഗുലു, സൈമൺ ജോൺസൺ, അതുപോലെ ജെയിംസ് എ റോബിൻസൺ. 3 പേരും അമേരിക്കക്കാരാണ്. ഒരാൾ ടർക്കിഷ്, മറ്റേത് ബ്രിട്ടീഷ്, കാനഡ, അമേരിക്ക, അങ്ങനെയൊക്കെയാണ്. അതായത് ആ ഒരു രീതിയിലാണ് വരുന്നത്. ടർക്കിഷ് അമേരിക്കനാണ്, മറ്റേത് ബ്രിട്ടീഷ് അമേരിക്കൻ. സാധാരണ ആ രീതിയിൽ വരുന്നതാണ്. USA പൗരന്മാരാണ് എന്ന് പൊതുവെ അങ്ങോർത്തേക്ക്. USA പൗരന്മാരാണ്. എന്താണ്? സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങളാണ്. സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്കാണ് എയ്സ് മൊഗുലു, ജോൺസൺ, റോബിൻസൺ എന്നിവർക്ക് സാമ്പത്തിക നൊബേൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോട്ടുകളൊക്കെ ടെലഗ്രാമിൽ തരും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇതായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നു. ഇത്രയും ജസ്റ്റ് ഇതൊക്കെ പേര്, കാരണം നമുക്ക് നേരെ വൈദ്യശാസ്ത്രത്തേക്ക്, വൈദ്യന്മാരാണ് ആംബ്രോസും റോപ്കിനും. USA ആണ് മൈക്രോ RNA. ഭൗതിക ശാസ്ത്രത്തിലേക്ക് ഹോപ്ഫീൽഡും അതുപോലെ ഹിൻഡണും, ജെഫ്രി ഹിൻഡണുമാണ്. ഭൗതിക ശാസ്ത്രത്തിലേക്ക് വന്നാൽ രസതന്ത്രത്തിലേക്ക് എത്തിയാൽ ബേക്കറും ഹെബാസിസും ജംബറും, ബേക്കറും ഹസാബിസും ജംബറുമാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അതെന്താണ്? നമ്മുടെ ബേക്കറിന് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ്റെ ഡിസൈനിങ്ങിനും നമ്മുടെ ഹസാബിസിനും ജംബറിനും എന്താണ്? പ്രോട്ടീൻ ഘടന പ്രവചനത്തിലുമാണെന്ന് മനസ്സിലാക്കുക. സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം നിഹോൺ ഹിഡാൻകിയ, അതുപോലെ സാഹിത്യം ഹാൻകാങ് ആണ്. ഇനി സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് വന്ന എയ്സ് മൊഗുലു, ജോൺസൺ, റോബിൻസൺ, ഇങ്ങനെയുള്ള 3 പേർക്കാണ് എന്ന് മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ നൊബേൽ സമ്മാനം 2024. ഇതിന്റെ വിശദമായ നോട്ട് നമ്മൾ ടെലഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യും. ഇനി അടുത്തത് നോക്കുക. താഴെ പറയുന്നതിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ജോഡി കണ്ടെത്തുക. 1. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 2. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പിളർപ്പ്. 3. 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ്. 4. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം. ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ച ഈ എക്സാമിന്റെ ആ ഒരു സമയങ്ങളിൽ പത്രം വായിച്ച ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ഇതെത്താൻ പറ്റും. കാരണം ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയതിന്റെ 100ാം വാർഷികമാണ് കഴിഞ്ഞ ദിവസം കൊണ്ടാടിയത്. അതായത് 26ാം തീയതിയിലെ പത്രത്തിൽ, ഡിസംബർ 26ാം തീയതിയിലെ പത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത വന്നിട്ടുണ്ട്. അതായത് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയ ഒരേ ഒരു തവണ മാത്രമേ ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ. ആ കോൺഗ്രസ് പ്രസിഡന്റ് ആയതിന്റെ 100ാം വാർഷികമായിരുന്നു ഡിസംബർ 26ാം തീയതി. അന്നത്തെ എല്ലാ പത്രങ്ങളിലും അതുമായി ബന്ധപ്പെട്ട ഗംഭീരമായ വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് പോയ ഒരാൾക്ക് കാരണം നോക്കുക, എപ്പോഴാണ് 100ാമത്തെ, അതായത് ഇത് 2024 2024. അപ്പോ 100 വർഷം പുറകോട്ട് 1924. അപ്പോൾ ഈ 1934 എന്ന് പറയുന്ന ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയി എന്ന് പറയുന്നത് ശരിയായ ജോഡിയാണോ? അല്ല, 3 ശരിയല്ല. നിങ്ങളിവിടെ നോക്കുക, 3 ശരിയല്ല എന്ന് പറഞ്ഞാൽ ശരിയായ ജോഡി 3 വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കി കൂടെ. നോക്ക്, 2ഉം 4ഉം മാത്രം അല്ല, 2ഉം 3ഉം 4ഉം അല്ല, എല്ലാം ശരിയാണ് അല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം. അപ്പൊ എ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടും. 1ഉം 2ഉം 4ഉമാണ് ശരി. ബാക്കി അറിയാം. 85-ലാണ് കോൺഗ്രസ് സ്ഥാപിച്ചത്, അറിയാം. 1907 സൂററ്റ് സ്പ്ലിറ്റ്, മിതവാദികളും തീവ്രവാദികളും 2ആയി പിരിഞ്ഞത്. 1916 അവരെന്ത് ചെയ്യും? ലക്നൗ സമ്മേളനത്തിൽ ഒന്നിക്കും. അതിനുശേഷം 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം, ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ, എവിടെ? രവി നദിക്കരയിൽ നമ്മൾ നമ്മുടെ പതാക ഉയർത്തിയത് അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ വിശദമായിട്ട് അതിൽ പഠിക്കുന്നില്ലേ? ആ കാര്യങ്ങൾ അറിഞ്ഞ ഒരാൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് എത്താൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാനപ്പെട്ട സമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ടെലഗ്രാമിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 5ാമത്തത് 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഇതിൽ ശരി ഏതാണ് ശരി? അതായത് 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടി, അത് ഒന്നാമത് 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. ബ്രിക്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. ഇതിൽ ഏതാണ് ശരി? ഇവിടെ 16ാം ഉച്ചകോടിയാണ് കസാനിൽ. നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ട് നമ്മൾ വായിച്ചതാണ്. ഈ കസാൻ എവിടെയാണ്? നമ്മൾ കൃത്യമായി പറഞ്ഞതാണ്. കസാൻ റഷ്യയിലാണ്. റഷ്യയിലാണ് 2024 ഉച്ചകോടി. അത് കസാനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2ാമത്തെ ഓപ്ഷൻ തെറ്റാണ്. തെറ്റാണെങ്കിൽ ശരിയായത് 2 വരുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്തൂടെ? ഇതും കട്ട് ചെയ്യാം. പിന്നെ സിയും ഡിയും മാത്രമാണ്. 1ാമത്തത് ശരിയാണ്. 1ാമത്തത് ശരിയാണെങ്കിൽ നമുക്ക് ഈ സി എന്ന് പറയുന്ന ഓപ്ഷനും കട്ട് ചെയ്യാം. കാരണം
ഒന്ന് ശരിയായത് പിന്നെ ഇതാ 1ഉം 4ഉം മാത്രം എന്നതാണ്. 1ഉം 4ഉം മാത്രം, അത് ഉത്തരമാണ്. നിങ്ങൾ ചെയ്യുക. കസാൻ എവിടെയാണ്? റഷ്യയിലാണ്. ബ്രിക്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്, തെറ്റാണ്. ബ്രിക്സിന്റെ ആസ്ഥാനം എവിടെയാണ്? ബ്രിക്സിന്റെ ആസ്ഥാനം ഹാങ്കായി ആണ്, ചൈനയിലെ ഷാങ്ഹായി ആണ് ചൈനയിലെ ബ്രിക്സിന്റെ ആസ്ഥാനം. ഇനി ബ്രിക്സ് രൂപം കൊണ്ടത് 2009 2006 എന്ന് പലരും കൺഫ്യൂഷനായി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ബ്രിക്സ് അല്ലെങ്കിൽ ബ്രിക്ക് പിന്നെ 2010 ബ്രിക്സ് ആയത്. ആ ബ്രിക്ക് രൂപം കൊണ്ടത് 2006 പക്ഷെ അത് ഒരു ഇൻഫോർമൽ രൂപം കൊള്ളലായിരുന്നു. ഇൻഫോർമൽ. ഒഫീഷ്യൽ ആയിട്ട് 2009 ബ്രിക്സ് രൂപം കൊണ്ടിരിക്കുന്നത്. അതായത് ഇൻഫോർമൽ ആയിട്ട് 2006 രൂപം കൊണ്ടു, എന്നാൽ ഒഫീഷ്യൽ ആയിട്ട് പറയുമ്പോൾ അത് 2009 ബ്രിക്സ് ഒഫീഷ്യൽ ആയി രൂപം കൊണ്ടിരിക്കുന്നത്. ബ്രിക്ക് ബ്രസീല്, റഷ്യ, ഇന്ത്യ, ചൈന അങ്ങനെ ആയിരുന്നു അത് പോയത്. ബ്രിക്ക് ബ്രസീല്, റഷ്യ, ഇന്ത്യ, ചൈന. പിന്നീട് 2010 ആര്? നമ്മുടെ സൗത്ത് ആഫ്രിക്ക ഇതിൽ അംഗമാകുന്നത്. അങ്ങനെ 2010 മുതൽ ബ്രിക്സ് ആയി. 2009 ആദ്യത്തെ സമ്മേളനം റഷ്യയിൽ നടക്കുന്നത്. ആദ്യ സമ്മേളനം റഷ്യയിൽ നടന്നു. ഓക്കേടാ. ഇനി നിലവിൽ എത്ര അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ നിലവിൽ 10 അംഗങ്ങളുണ്ട്. നിലവിൽ 10 അംഗങ്ങളാണ് ഈ ഒരു ബ്രിക്സിലുള്ളത്. ബ്രസീല്, ഇന്ത്യ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക കൂടാതെ 10 അവരടക്കം 10 അംഗങ്ങൾ കൂടാതെ 5 പേര് കൂടിയുണ്ട്. അതായത് ഈ ഒരു വർഷം 2024 അംഗങ്ങളായ ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നിവർ കൂടി അംഗമായിട്ടുണ്ട്. ഇനി 2025 30 പേർ അംഗങ്ങളാവുമെന്നാണ് പറയുന്നത്. 2025 30 പേർ ഇതിൽ അംഗങ്ങളാവുമെന്നാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. ഇനി 2022 14ാം ഉച്ചകോടി. 14ാം ഉച്ചകോടി എവിടെ? അത് ചൈനയിൽ നടന്നു. 14ാം ഉച്ചകോടി ചൈനയിൽ. 15ാമത്തെ ഉച്ചകോടി 2023 എവിടെയാണ്? സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്കയിലാണ് 2023 15ാം ഉച്ചകോടി നടന്നിരിക്കുന്നത്. അപ്പൊ 16ാം ഉച്ചകോടി നമ്മൾ പറഞ്ഞു എവിടെയാണ്? 16ാം ഉച്ചകോടി റഷ്യ. ഏതാ? 2024 16ാം ഉച്ചകോടി റഷ്യയിലെ കസാനിലാണ്. ഇനി 17ാം ഉച്ചകോടി 2025 അത് ബ്രസീലിലാണ് നടക്കുന്നത്. എവിടെയാണ്? ബ്രസീൽ. 2025 17ാം ഉച്ചകോടി നടക്കുന്നത് ബ്രസീലിലാണ് എന്ന് മനസ്സിലാക്കുക. അത് ബ്രസീലിലാണ്. ഓക്കെ. അപ്പൊ ഇത്രയുമാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ടെലഗ്രാമിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ബ്രിക്സ് നമ്മൾ ഗംഭീരമായി പഠിച്ചു തന്നെ പോകും. ഓക്കെ. ബ്രിക്സും G20 ഒക്കെ നമുക്ക് പഠിക്കാം. എല്ലാം പഠിക്കണം. G20യിൽ നിന്നും ചോദ്യങ്ങൾ വരും. ഓക്കെ. അടുത്തത് 6ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാത്തവരൊക്കെ PSC പഠിത്തം നിർത്തുന്നതാണ് നല്ലത്. കാരണം അത്രയും കാലങ്ങളായി ചോദിക്കുന്നു, SCRT ചോദിക്കുന്നു. അതാണ്. ISRO സ്ഥാപിച്ചത് 1998 ഇതിന്റെ ആസ്ഥാനം കൽക്കത്തയിലെ അന്തരീക്ഷ ഭവനാണ്. ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. ഏതാണ് ശരിയായ പ്രസ്താവന? 1998 ISRO സ്ഥാപിച്ചത്. ശരിയാണോ? തെറ്റാണ്. ആസ്ഥാനം കൊൽക്കത്തയിലെ അന്തരീക്ഷ ഭവനാണോ? തെറ്റാണ്. ഇത് രണ്ടും തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും വരുന്നത് നമുക്ക് കട്ട് ചെയ്തൂടെ? 2 ഉണ്ട്. അതുപോലെ ഇതാ പിന്നെ ഇവിടെ 2ഉം 3ഉം 2 കട്ട് ചെയ്യാം. 1 വരുന്നത് കട്ട് ചെയ്യാം. പിന്നെ 3ഉം 4ഉം എന്ന് മാത്രം ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റി സാധിക്കും. കാരണം നമുക്കറിയാം 1969 ഓഗസ്റ്റ് 15 ISRO രൂപം കൊള്ളുന്നത്. ഇൻഗോസ് ബാർ എന്ന പേരിൽ ISRO വരുന്നത് 1969 ഓഗസ്റ്റ് 15 എവിടെയാണ് ആസ്ഥാനം? അന്തരീക്ഷ ഭവൻ തന്നെയാണ് ആസ്ഥാനം. പക്ഷെ അത് കൊൽക്കത്തയിലല്ല. എവിടെയാണ്? ബംഗളൂരുവിലാണ്. ബംഗളൂരു. നമ്മൾ ബാംഗ്ലൂർ എന്ന് പറയുന്ന ആ ബംഗളൂരുവിലാണ് അന്തരീക്ഷ ഭവന്റെ ആസ്ഥാനം. ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? VSSC. അത് തിരുവനന്തപുരത്താണ്. ഇതെല്ലാം നമ്മുടെ SCRTയുടെ ആ ഒരു പാഠഭാഗത്ത് കൃത്യമായി കൊടുത്തിരിക്കുന്നതാണ്. SCRTയിൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾ കൃത്യമായി SCRT വായിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരങ്ങൾ നിങ്ങളിലേക്ക് എത്തും. SCRT വായിക്കുമ്പോൾ ഒരു ഓടിച്ചു വിടലല്ല, SCRT അറിഞ്ഞ് ഓരോ പാഠഭാഗത്തെയും ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഏതാണെന്ന് അറിഞ്ഞ് വായിച്ച് മുന്നോട്ട് പോവുക. SCRTയുമായി ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ടെലഗ്രാമിൽ നമുക്ക് പഠിക്കാം. SCRTയുമായി ബന്ധപ്പെട്ട് ISROയുമായി ബന്ധപ്പെട്ട് എല്ലാം പഠിക്കാം. ISRO നമ്മൾ വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ അതിൽ പഠിക്കും. ആരാണ് ചെയർമാൻ ഇപ്പോൾ ഉള്ളത്? സോമനാഥാണ്, മലയാളിയാണ്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യാം? ടെലഗ്രാമിൽ നമ്മൾ പഠിച്ചിട്ട് പോകും. ഓക്കെ. അടുത്തത് 7ാമത്തെ ചോദ്യം: സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട്
താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയേത്? അൽ അമീൻ പത്രമാണ്. അൽ അമീൻ പത്രം ആരാണ്? ഒന്നാമത്തെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. 1924 ഒക്ടോബർ 12-നാണ് ആരംഭിച്ചത്. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. പത്രത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് താനൂരിലായിരുന്നു. അപ്പൊ ഇതിൽ ശരിയായത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അതിൽ 1, 2, 3 എന്നാണ് മാത്രമാണ് നമുക്കറിയാം. അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് എന്ന് നമുക്കറിയാം. അത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് അറിയുന്നത്. അപ്പോൾ 1 വരുന്ന പ്രസ്താവന ശരിയാണെന്ന് നമുക്കറിയാമെങ്കിൽ അതില്ലാത്ത 4 മാത്രം തെറ്റ്, 2, 3 മാത്രം തെറ്റ്, 3 മാത്രം തെറ്റ്, ആ 1 എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. അൽ അമീൻ എന്ന് പറയുന്ന പത്രം ആരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു എന്ന ഒറ്റ ചോദ്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ആ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഈ ചോദ്യം നിങ്ങൾക്ക് കൃത്യമായി അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം 1 ശരിയാണെങ്കിൽ ആ 1 ശരി വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് എ ഓപ്ഷൻ മാത്രമാണ്. എടാ, ചോദ്യം വായിച്ച് അതിന്റെ ഓപ്ഷനും കൂടി പഠിച്ചിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ. കാരണം ഈ ഓപ്ഷൻ ഇത് ചിലപ്പം പലരും എന്താണ് അറിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യോ തെറ്റിക്കൊക്കെ ചെയ്യും. ആ തെറ്റിച്ചവരോടാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ, അതായത് ഈ ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ നോക്കുക, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ അൽ അമീൻ പത്രം ആരംഭിച്ചതെന്ന ഒരു ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ബാക്കി ഈ 3 നിങ്ങൾക്ക് അറിയില്ല. അത് അറിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1 ശരിയാണെന്ന് നിങ്ങൾക്കറിയാം. ആ 1 ശരി വരുന്ന ഒരൊറ്റ ഓപ്ഷനെ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിലുള്ളൂ, അത് എ മാത്രമാണ്. അപ്പോൾ 1, 2, 3 എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. 4ാമത്തെ ഓപ്ഷനാണ് തെറ്റ് എന്ന് നിങ്ങൾക്ക് എത്താൻ പറ്റും. കാരണം അത് താനൂരല്ല, കോഴിക്കോട് നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത്. കോഴിക്കോടാണ് പത്രത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോടാണ്. ഓക്കെ, കോഴിക്കോട് നിന്നാണ് പത്രം ആരംഭിച്ചിരിക്കുന്നത്. ബാക്കി 24 ഒക്ടോബർ 12-നാണ് ശരിയാണ്. 39 ബ്രിട്ടീഷ് സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? പത്രം നിരോധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 39-ലാണ് ഇതൊരു പത്രം ദിനപത്രമായി മാറുന്നത്. ഈ ഒരു പത്രം ദിനപത്രമായിട്ട് മാറുന്നത് 39-ലാണെന്ന് തോന്നുന്നു. അൽ അമീൻ. ഓക്കെ, ക്ലാരിഫൈ ചെയ്ത് നമുക്ക് ടെലഗ്രാമിൽ പഠിക്കാം. അപ്പൊ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ഈ രീതിയിലാണ് എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇനി 8ാമത്തെ ചോദ്യം എങ്ങനെയാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുരസ്കാരങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് 1 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ, വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ, കേരള ജ്യോതി പുരസ്കാരം MK സാനു, ഓടക്കുഴൽ അവാർഡ് D വിനയചന്ദ്രൻ. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനാണ് 2024 ലഭിച്ചിരിക്കുന്നത്. 2024 NS മാധവനാണ്. വയലാർ അവാർഡ് അശോകൻ ചെരുവലിന് 2024 ലഭിച്ചു. ശരിയാണ്, അദ്ദേഹത്തിന്റെ കാട്ടൂർ കടവ് എന്ന് പറയുന്ന നോവലിന്. അതുപോലെ കേരള ജ്യോതി പുരസ്കാരം MK സാനുവിന് 2024 ലഭിച്ചു. ഓടക്കുഴൽ അവാർഡ് D വിനയചന്ദ്രന് ലഭിച്ചില്ല. ഓടക്കുഴൽ അവാർഡ് D വിനയചന്ദ്രനിലെ 2023-ലാണ് ഓടക്കുഴൽ അവാർഡ്. അതെനിക്ക് PN ഗോപികൃഷ്ണനാണ് 2023 ഓടക്കുഴൽ അവാർഡ്. അപ്പൊ 4ാമത്തേതാണ് എന്താണ്? 4 മാത്രമാണ് തെറ്റായ ജോഡി. അപ്പൊ 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. എന്നാൽ 2023 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? 2023 എഴുത്തച്ഛൻ പുരസ്കാരം 2023 എഴുത്തച്ഛൻ പുരസ്കാരം SK വസന്തനാണ്. SK വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത്. എന്നാൽ 2023 വയലാർ അവാർഡോ? അത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന കൃതിക്ക് 2020. അതുപോലെ കേരള ജ്യോതി പുരസ്കാരം 2023 ലഭിക്കുന്നത് കേരള ജ്യോതി നമ്മുടെ കേരള ജ്യോതി ലഭിക്കുന്നത് ടി പത്മനാഭൻ. കേരള ജ്യോതി പുരസ്കാരം 2023 ടി പത്മനാഭനാണ് എന്ന് മനസ്സിലാക്കുക. ടി പത്മനാഭൻ. അതുപോലെ ഇത് 2023 ഓടക്കുഴൽ PN ഗോപികൃഷ്ണനാണ്. അതുപോലെ ഏറ്റവും ആദ്യം കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതായിരിക്കാണ്? അത് MD വാസുദേവൻ നായർക്കാണ്. കേരള ജ്യോതി പുരസ്കാരം ഏറ്റവും ആദ്യം ലഭിക്കുന്നത് MD വാസുദേവൻ നായർക്കാണ്. ടി പത്മനാഭന് 2023, 2024 MK സാനു. അപ്പോ എഴുത്തച്ഛൻ പുരസ്കാരം 2023 SK വസന്തൻ, 2024 NS മാധവൻ. അതുപോലെ വയലാർ അവാർഡ് 2023 ശ്രീകുമാരൻ തമ്പി, 2024 അശോകൻ ചെരുവിൽ. കേരള ജ്യോതി പുരസ്കാരം 2023 ടി പത്മനാഭൻ, 2024 MK സാനു. ഓടക്കുഴൽ അവാർഡ് 2023
PN ഗോപികൃഷ്ണൻ. ഓക്കെ, പഠിച്ചു വെക്കുക. മറ്റ് JCB പുരസ്കാരം അടക്കമുള്ള മറ്റ് അവാർഡുകൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ഡിസ്കസ് ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ട് തന്നെ പോവുക. ഓക്കെ, അടുത്ത 9ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനക്രമം ഏത്? 1 അതിർത്തി ഗാന്ധിയുടെ മരണം, 2 മലബാർ കലാപം, 3 ക്ഷേത്രപ്രവേശന വിളംബരം, 4 ജവഹർലാൽ നെഹ്റുവിന്റെ മരണം. ഈ ഒരു ഇപ്പൊ നമുക്ക് നമ്മുടെ എല്ലാ പരീക്ഷകളിലും കാലഗണനാക്രമത്തിൽ രൂപപ്പെടുത്താൻ വേണ്ടി തരുന്നുണ്ട്. അതെല്ലാം നമ്മുടെ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള കാലഗണനാക്രമമാണ് എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. ഇതിൽ ഒന്നാമത്തെ ഏതാണെന്നാണ് നിങ്ങൾക്ക് നോക്കാം. ഇതിൽ നമ്മുടെ അതിർത്തി ഗാന്ധിയുടെ മരണം നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കാം. മലബാർ കലാപം നടന്നത് 1921 ക്ഷേത്രപ്രവേശനം 1936. ഇത് രണ്ടും നിങ്ങൾക്കറിയാലോ. രണ്ടും മൂന്നും അതായത് ഈ 1921 മലബാർ കലാപം എന്നും 1936 ക്ഷേത്രപ്രവേശന വിളംബരം എന്നും നിങ്ങൾക്കറിയാമെങ്കിൽ ഈ 2 കഴിഞ്ഞ് 3 വരുന്ന ഓപ്ഷൻ എടുക്കുക. 2 കഴിഞ്ഞ് 3 വരുന്നത് ഇവിടെയുണ്ട്, ഇവിടെ ഇല്ല, ഇവിടെയുണ്ട്, ഇവിടെ ഇല്ല. ഈ ഒരു കാര്യം നിങ്ങൾക്കറിയാം. 2 വരുന്ന 3. അതുപോലെ 36 ജവഹർലാൽ നെഹ്റുവിന്റെ മരണം നിങ്ങൾ നോക്കുക. 4ാമത്തെ ഓപ്ഷൻ നമുക്കറിയാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ആ സമയത്തൊക്കെ ജവഹർലാൽ നെഹ്റു ഉണ്ട്. കാരണം ഇന്ത്യയുടെ ഒന്നാമത്തെ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയാണ്. ഇടക്കാല സർക്കാരിനെ നയിച്ചതാണ്. അപ്പോ 2ഉം 3ഉം കഴിഞ്ഞാൽ 4ാമത് വരുന്നത് ആരാണ്? 4ാമത് വരുന്നത് നമ്മുടെ ഇതാണ്. ആര്? ജവഹർലാൽ നെഹ്റുവിന്റെ മരണമാണ് എന്ന് നിങ്ങൾ മനസ്സിലായി. അപ്പോൾ 2, 3, 4 ഇതാ അതേ ഓപ്ഷനിൽ തന്നെ ഇവിടെയും കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്. അടുത്തത് അതിർത്തി ഗാന്ധിയുടെ മരണം അറിഞ്ഞാൽ മാത്രമേ, കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അതിർത്തി ഗാന്ധി ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. കാരണം ഖിലാഫത്ത് പ്രസ്ഥാനവും അതിനുശേഷമുള്ള നമ്മുടെ വിഭജന സമയത്തൊക്കെ അതിർത്തി ഗാന്ധി അല്ലെങ്കിൽ അതിർത്തി ഗാന്ധി എന്ന് പറയുമ്പോൾ ആരാണ്? അബ്ദുൽ ഗാഫർ ഖാനാണ്. ആ അതിർത്തി ഗാന്ധി ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും. കാരണം ആ ഒരു വിഭജന സമയത്തൊക്കെ എന്താണ് ഇദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കാൻ പല ഓഫറുകളും ഗാന്ധിജി കൊടുത്തിരുന്നു വിഭജനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ നമ്മൾ കാണാം. അപ്പൊ 1947 സമയത്ത് ആരുണ്ട്? അതിർത്തി ഗാന്ധി ഉണ്ട്, അല്ലെങ്കിൽ അബ്ദുൽ ഗാഫർ ഖാൻ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഇത് രണ്ടും എന്താണ്? ആദ്യം വരില്ല. ഇവിടെ നോക്ക്, ഒന്നാമതായിട്ടാണ് അതിർത്തി ഗാന്ധിയുടെ മരണം. അപ്പൊ അത് തെറ്റാണ്. ആ ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിങ്ങനെ ചിന്തിക്കണം. അതായത് ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് അതിർത്തി ഗാന്ധി ഉണ്ട്. അപ്പൊ ആ അതിർത്തി ഗാന്ധി ഉണ്ടാകുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഓപ്ഷൻ 2 ഒരേ സമയത്ത് ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലായാൽ ഈ പറയുന്ന 3 ഓപ്ഷനും നമുക്ക് കട്ട് ചെയ്ത് കളയാം. എ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടെലഗ്രാമിൽ പഠിക്കാം. നമ്മൾ അതിർത്തി ഗാന്ധി എന്ന് പറയുമ്പോൾ ആരാണ്? അബ്ദുൽ ഗാഫർ ഖാനാണ്. ഇദ്ദേഹം 1920 എന്താണ്? ഗുദായി ഖിദ്മത്കർ എന്ന് പറയുന്ന ഒരു സംഘടന, ദൈവത്തിന്റെ ദാസന്മാർ എന്ന പേരിലുള്ള ഗുദായി ഖിദ്മത്കർ എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുന്ന ആരാണ്? അത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന അബ്ദുൽ ഗാഫർ ഖാനാണ്. അതുപോലെ ബച്ചാ ഖാൻ എന്നറിയപ്പെടുന്നുണ്ട്. ബച്ചാ ഖാൻ എന്നും അബ്ദുൽ ഗാഫർ ഖാൻ അറിയപ്പെടുന്നുണ്ട്. ബച്ചാ ഖാൻ എന്നറിയപ്പെടുന്നു. 1977 എന്താണ്? ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. ഭാരതരത്ന എപ്പോഴാണ്? 1987 ഭാരതരത്ന ലഭിച്ചിട്ടുണ്ടെന്ന് കൂടി മനസ്സിലാക്കുക. വിശദമായി നമ്മൾ ടെലഗ്രാമിൽ പഠിക്കും. ഓക്കെ, അടുത്തത് 10ാമത്തെ ഒരു ചോദ്യമാണ്. കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയായത്. 1 കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17 2 KMRL ആണ് ഇതിന്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. 3 കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. ഇന്ത്യയിലെ 18ാമത്തെ മെട്രോ റെയിൽവേ ആണിത്. ഇത് നമുക്ക് ശരിക്കും ഒരു കൺഫ്യൂഷൻ ആകുന്ന ഒന്ന് തന്നെയാണ്. ശരിയാണ്. ഇതിൽ 18ാമത്തെ മെട്രോ ആണോ എന്ന് ചോദിച്ചാൽ 18ാമത്തെ മെട്രോ അല്ല. അത് അറിയാമെങ്കിൽ നമുക്ക് ഈ 4ാമത്തെ തെറ്റാണെന്ന്. 18ാമത്തെ മെട്രോ അല്ല. 18 മെട്രോ ഒന്നും നിലവിൽ ആയിട്ടില്ല. 18ാമത്തെ മെട്രോ അല്ല എന്ന് ചിന്തിക്കുക. അത് അറിയുന്ന ഒരാൾക്ക് എന്താണ്? ഈ ഒരു 4ാമത്തെ ഓപ്ഷൻ തെറ്റാണ് എന്ന് മനസ്സിലാവും. 4ാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശരിയായത് 1ഉം 2ഉം 3ഉം ശരിയാണ്. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കുക. 1ഉം 2ഉം 3ഉം വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. 4 വരുന്ന ഓപ്ഷൻസ് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്യാം, എല്ലാം ശരിയാണ്, കട്ട് ചെയ്യാം. അപ്പോൾ
സി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് എത്തും. സി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് എത്തും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ കൊച്ചി മെട്രോ എപ്പോഴാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? 2017 ജൂൺ 17 ശരിയാണ്. 2017 ജൂൺ 17 ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. KMRL ആണ് ഇതിന്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. അതുപോലെ കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാതയാണ് കൊച്ചി വാട്ടർ മെട്രോ. അടുത്ത ചിലപ്പോൾ വാട്ടർ മെട്രോവുമായി ബന്ധപ്പെട്ട് ചോദിക്കും. അതെല്ലാം നമ്മൾ ടെലഗ്രാമിൽ പഠിക്കും. നമ്മുടെ 8ാമത്തെ മെട്രോ ആണ് കൊച്ചി മെട്രോ. ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ ആണ് കൊച്ചി മെട്രോ എന്ന് പറയുന്നത്. അതുപോലെ റെയില്, റോഡ്, ജലഗതാഗതം എന്നീ സൗകര്യങ്ങൾ അതായത് റോഡിനെയും നമ്മുടെ അതുപോലെ റോഡ്, റെയില്, ജലഗതാഗതം ഇത് മൂന്നിനെയും ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ആണ് ഏത്? കൊച്ചി മെട്രോ എന്ന് പറയുന്നത്. കൊച്ചി മെട്രോ. അതുപോലെ CBTC അതായത് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ട്രാഫിക് കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ആദ്യത്തെ മെട്രോ കൂടിയാണ് കൊച്ചി മെട്രോ എന്ന് പറയുന്നത്. 8ാമത്തെ മെട്രോ ആണ്. ആദ്യത്തെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? ശ്രീധരനാണ്. ആദ്യത്തെ പ്രൊജക്ട് ഡയറക്ടർ ശ്രീധരൻ ആയിരുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട്. ഇതിന് വിശദമായി നമ്മൾ എന്ത് ചെയ്യും? ടെലഗ്രാമിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകൾക്കും നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന് തന്നെയാണ് ടെലഗ്രാം ചാനലിന്റെ പേര്. നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ലിങ്ക് ചോദിച്ചാൽ ലിങ്ക് തരികയൊക്കെ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക? 10th പ്രിലിംസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ തന്നെ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഈ 10 ചോദ്യങ്ങൾ എന്താണ് വളരെ വിശദമായി പഠിച്ച് അടുത്ത പരീക്ഷയ്ക്ക് സെറ്റായിട്ട് മാത്രമാണ് നമ്മൾ പോവുക. അടുത്ത 10 ചോദ്യങ്ങൾ കൂടി നമ്മൾ അടുത്ത ദിവസം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പ്രിലിംസ് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.